ഇന്നെന്താ സ്പെഷ്യൽ നോക്കാം. വാ. കാലത്തെ ഫുഡാണ് കേട്ടോ ഈ കഴിക്കാൻ പോകുന്നത്. അപ്പോൾ കാലത്ത് തന്നെ ചോറ് കഴിക്കുന്നവരുണ്ടാവും, പലഹാരങ്ങൾ നിർബന്ധമുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. നമുക്ക് അങ്ങനെ ഇന്നതൊന്നും വേണമെന്ന് നിർബന്ധമൊന്നും ഇല്ല ഗൈസ്. നമുക്കിന്ന് കാലത്ത് ചോറ് തന്നെയാണ്. അപ്പോൾ നല്ല അടിപൊളി റേഷനരി ചോറുണ്ട്. ഇപ്പോഴത്തെ റേഷനരി ചോറ് അടിപൊളിയാണ് കേട്ടോ. അല്ലെങ്കിൽ എപ്പോഴും നമുക്കിങ്ങനെ കട്ടൊക്കെ കുത്തിയ പോലെയൊക്കെയാണ് കിട്ടുക. അപ്പോൾ ഇപ്പോൾ കിട്ടുന്നവർക്കൊക്കെ അറിയാനായിട്ട് പറ്റും. അപ്പോൾ അപ്പന് വേണ്ടിയിട്ട് രാവിലെ ഗോതമ്പ് ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കുറച്ച് അപ്പോൾ ഞാൻ അതെടുത്തില്ല. നമുക്ക് ചോറുണ്ണാൻ ഒരു എന്താ പറയുക, ചോറുണ്ണാന്നുള്ളൊരു മൂഡായിരുന്നു. അപ്പോൾ സാമ്പാർ കേട്ടോ, നല്ല വറുത്തരച്ച തേങ്ങയൊക്കെ ഇട്ട് വറുത്തരച്ച നല്ല അടിപൊളി സാമ്പാർ. പിന്നെ ഇന്നലത്തെ നമ്മുടെ ചേമ്പിൻ്റെ തണ്ടില്ലേ, ആ ചേമ്പിൻ്റെ തണ്ടും ചെറുപയറും കൂടിയിട്ട് വെച്ച കറിയായിരുന്നു കേട്ടോ. അത് ഇന്നലത്തെ ആയിരുന്നു. അപ്പോൾ ഞാനത് കുറച്ചെടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ സ്പെഷ്യൽ. എന്താണെന്നറിയോ? ഉരുളൻകിഴങ്ങ് വറുത്തതാണ് ഗൈസ്. അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്താ വെച്ചാൽ അത് കുറവായിരിക്കും മക്കൾക്കുള്ള. എൻ്റെ പിള്ളേർ പറയാൻ തുടങ്ങിയിട്ട് കുറേയായി. ഞാൻ എന്നിട്ട് ഇന്നാണ് ഒന്ന് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. അടിപൊളിയല്ലേ ഉരുളൻകിഴങ്ങ് വറുത്തത്? അപ്പോൾ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇഷ്ടമുള്ളവരൊന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് നമുക്ക് നോക്കാമല്ലോ എത്രത്തോളം ഉരുളക്കിഴങ്ങ് പ്രേമികളുണ്ടെന്ന്. അപ്പോൾ സാമ്പാറും അതുപോലെ സാമ്പാർ കഴിച്ചിട്ട് കുറേ ആയിട്ട് ഗൈസ്. ഞാൻ ഇവിടെ മിക്കവാറും സാമ്പാറൊക്കെ ആകുമ്പോഴേ ഞാൻ അങ്ങനെ മാറ്റി പിടിക്കും. അപ്പോൾ ഇത്തവണ മാറ്റി പിടിച്ചപ്പോൾ വല്ലാത്തൊരു മാറ്റി പിടിക്കലായിപ്പോയി. സാമ്പാർ വയ്ക്കാൻ ഒരുപാട് വൈകി. അപ്പോൾ കുറേ നാൾക്ക് ശേഷം സാമ്പാർ വെച്ചുകൊണ്ട് അതിൻ്റേതായൊരു ടേസ്റ്റും അതിൻ്റെ കൂടെ ഈ ഉരുളക്കിഴങ്ങും, ഞാൻ ഉരുളക്കിഴങ്ങ് എങ്ങനെയാണെന്ന് അറിയാം വയ്ക്കുക ഗൈസ്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മീറ്റ് മസാലയില്ലേ, അതൊക്കെ ഇട്ടിട്ടാട്ടോ ഞാൻ വയ്ക്കുക. അപ്പോൾ അതിനൊരു വല്ലാത്ത ടേസ്റ്റാണ് കേട്ടോ. ചിലവർ മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ഇട്ട് മാത്രം വെക്കുന്നവരുണ്ട്. അപ്പോൾ എനിക്ക് ഇത്തിരി മസാലയൊക്കെ ഇങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള കറികൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ രാവിലത്തെ ഒരു അടിപൊളി ഫുഡൊക്കെ കഴിച്ചു. നിങ്ങൾക്ക് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ആ റോട്ടിൽ കൂടെ വിളിച്ച് പറയുന്നത് കേൾക്കുന്നുണ്ടോ ഗൈസ്? ഇവരെപ്പോഴും ഇങ്ങനെ തന്നെ. ഞാൻ എപ്പോൾ വോയിസ് ഇടാൻ നോക്കി അപ്പോൾ അവരിതേ പോവും. അപ്പോൾ ഈ ഒരു ചെറിയൊരു വ്ളോഗ് ഇഷ്ടപ്പെടുകയെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.